തിരുവനന്തപുരം നഗരത്തിലെ ഭൂരിഭാഗം വാർഡുകളിലും ജലവിതരണം പുനഃസ്ഥാപിച്ചു. പുലർച്ചെയോടെയാണ് വെള്ളം എത്തിയതെന്നായിരുന്നു പ്രദേശവാസികളുടെ പ്രതികരണം. വൈകുന്നേരത്തോടെ മുഴുവൻ വാർഡുകളിലും ജലവിതരണം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽവേ പാത വികസനത്തിന്റെ ഭാഗമായി ജഗതി CIT റോഡിലെ പൈപ്പ് ലൈൻ പുനഃസ്ഥാപിക്കുന്നതിനാലാണ് നഗരത്തിൽ കുടിവെള്ള പ്രശ്നം നേരിട്ടത്. ചില സാങ്കേതിക തകരാറുകൾ കാരണം അറ്റകുറ്റപ്പണി നീണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം രാത്രിയോടെ പ്രവൃത്തികൾ പൂർത്തിയാക്കിയതോടെ നഗരത്തിന് ആശ്വാസമായി. പുലർച്ചെയോടെ ആറ്റുകാൽ, ഐരാണിമുട്ടം തുടങ്ങിയ ഭൂരിഭാഗം വാർഡുകളിലും വെള്ളം എത്തിത്തുടങ്ങി. 3 മണിയായപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു. ആശ്വാസമായി, സന്തോഷമായി. ഇത്രയും വെള്ളം വന്നതിൽ വെളുപ്പിലെ 2:30 മണിയൊക്കെ ആയപ്പോൾ വെള്ളം വന്നു. ഇത് ഇന്നലെ രാത്രി 11 മണിയാകുമ്പോഴാണ് വന്നത്. സംഭവത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ടായെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ മന്ത്രിക്ക് പരാതി നൽകുമെന്നും MLA VK പ്രശാന്ത് പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല. ഇപ്പോൾ നേമത്ത്, ഞാൻ ഇന്നലെ തന്നെ അത് സൂചിപ്പിച്ചതാണ്, നേമത്ത് പണി നടക്കുമ്പോൾ 2-3 വാൽവുകൾ അടച്ച് ആ പണി നടത്താൻ വേണ്ടി കഴിയും. പക്ഷേ ഇവിടെ സംഭവിച്ചത് അരുവിക്കരയിൽ തന്നെ ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കി വെച്ചു. അത് ഉദ്യോഗസ്ഥ തലത്തിലുള്ളൊരു വലിയ വീഴ്ചയാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് ഞാനിന്ന് അതിനെ സംബന്ധിച്ച് പരാതികൾ നൽകും. ഇപ്പോൾ അടിയന്തരമായിട്ട് നടപടി പൂർത്തീകരിച്ച് പമ്പിംഗ് ആരംഭിച്ചു എന്നുള്ളതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒപ്പം തന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പരിശോധിക്കപ്പെടണം. പമ്പിംഗ് നടത്തുന്നതിൽ നിലവിൽ ഒരു പ്രതിസന്ധിയുമില്ലാത്തതിനാൽ ബാക്കിയുള്ള മേഖലകളിലും വൈകുന്നേരത്തോടെ ജലവിതരണം പൂർണ്ണമായും പുനഃസ്ഥാപിക്കും. അതേസമയം പ്രശ്നം പരിഹരിച്ചിട്ടും യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ നഗരസഭയിലേക്ക് തള്ളിക്കയറിയുള്ള പ്രഹസന പ്രതിഷേധം നടത്തി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.